കേരളത്തിൻ്റെ ജനവിധി അറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. കേരളം ഏത് മുന്നണിക്കൊപ്പം തെരഞ്ഞെടുപ്പ് ദിവസം വരെ അറിയേണ്ട എല്ലാ വിശദാംശങ്ങളും പക്ഷമില്ലാതെ മൈഫിൻ TV നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് അവലോകനം പോൾ പൾസ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരത്തെ നേമം. LDF സ്ഥാനാർത്ഥിയായി വി ശിവൻകുട്ടിയും UDF സ്ഥാനാർത്ഥിയായി KS ശബരിനാഥനും NDAയ്ക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖറുമാണ് നേമത്ത് ജനവിധി തേടുന്നത്. മണ്ഡലത്തിലെ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യത എത്രത്തോളമാണെന്ന് പരിശോധിക്കാം. തുളസി പ്രസാദ് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. തുളസി, ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് നേമം. സിറ്റിംഗ് MLA കൂടിയായ വി ശിവൻകുട്ടി മത്സരിക്കുന്നു. അതോടൊപ്പം കോൺഗ്രസിൻ്റെ യുവമുഖമായ UDF സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ NDAയുടെ ദേശീയ മുഖം കൂടിയായ രാജീവ് ചന്ദ്രശേഖറും മത്സരിക്കുകയാണ്. ആർക്കാണ് വിജയസാധ്യത? അവരുടെയൊക്കെ വിജയസാധ്യത എത്രത്തോളം അവർ വിലയിരുത്തുന്നു? മണ്ഡലം എത്രമാത്രം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു? വിവേക്, കേരള സംസ്ഥാനം ഒട്ടാകെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇന്നത്തോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചു കഴിഞ്ഞു. നാളെ പത്രികാ പരിശോധനയാണ്. ശേഷം വ്യക്തമായൊരു ചിത്രം, സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കും എന്നതിനെക്കുറിച്ചുള്ള, സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വ്യക്തമായൊരു ചിത്രം നാളെ കഴിഞ്ഞ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് പോൾ പൾസ് പരിശോധിക്കുന്നത് നേമം നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ്. നേമം നിയോജക മണ്ഡലം കേരളത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മണ്ഡലമാകുന്നത് തന്നെ കേരളത്തിൽ ആദ്യമായി BJPക്ക് ഒരു MLA ലഭിച്ച ഒരു മണ്ഡലം എന്ന പേരിൽ തന്നെയാണ് നേമം നിയോജക മണ്ഡലം പ്രത്യേകത അർഹിക്കുന്നത്. നിലവിൽ നേമം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി ഇപ്പോഴത്തെ സിറ്റിംഗ് MLAയും വിദ്യാഭ്യാസ മന്ത്രിയുമായ വി ശിവൻകുട്ടിയാണ് LDFന് വേണ്ടി ജനവിധി തേടുന്നത്. അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥിയായി BJPയുടെ സംസ്ഥാന അധ്യക്ഷനും രാജ്യസഭാംഗവുമായിരുന്ന രാജീവ് ചന്ദ്രശേഖറാണ് മത്സര രംഗത്തുള്ളത്. കൂടാതെ തന്നെ UDFന് വേണ്ടി KS ശബരിനാഥൻ, എനിക്ക് തോന്നുന്നു UDF ഒരു യൂത്ത് ഐക്കൺ എന്നൊരു രീതിയിലാണ് നേമത്ത് ശബരിനാഥനെ ഇറക്കിയത് എന്ന് തോന്നുന്നു. എന്തായാലും ഒരു ത്രികോണ മത്സരം എത്രത്തോളം നേമം നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കില്ല. നേമം നിയോജക മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1957 അന്ന് തിരുവനന്തപുരം ഈസ്റ്റ് എന്ന പേരിലായിരുന്നു ഈ മണ്ഡലം. അന്ന് CPI സ്ഥാനാർത്ഥി M സദാശിവനായിരുന്നു നേമത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ചത്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും മാറി മാറി ഭരിച്ചൊരു നിയോജക മണ്ഡലമായിരുന്നു ഇത്. 2011 നേമം നിയോജക മണ്ഡലമായി നിലവിൽ വരുന്നത്. അന്ന് വി ശിവൻകുട്ടിയായിരുന്നു MLA ആയി നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ജയിച്ചത്. LDF സ്ഥാനാർത്ഥിയായി 6415 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് അദ്ദേഹം വിജയിച്ചത്. എന്നാൽ 2016 വരുമ്പോൾ തികച്ചും വിപരീതമായൊരു അട്ടിമറി നേമം നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകുന്നു. അന്ന് ആദ്യമായി കേരളത്തിൽ താമര വിരിയുന്നു, അല്ലെങ്കിൽ BJP അക്കൗണ്ട് തുറക്കുന്നു എന്നൊരു പ്രത്യേകതയാണ് 2016 ഉണ്ടായത്. അന്ന് O രാജഗോപാൽ ആയിരുന്നു BJPക്ക് വേണ്ടി മത്സരിച്ച് വിജയിച്ചത്. 8616 വോട്ടിന്റെ ഭൂരിപക്ഷം അന്ന് അദ്ദേഹത്തിന് ലഭിച്ചു. രണ്ടാം സ്ഥാനത്ത് വി ശിവൻകുട്ടിയായിരുന്നു. പിന്നീട് വീണ്ടും 2021 വരുമ്പോൾ വീണ്ടും വി ശിവൻകുട്ടി MLA ആയി വിജയിക്കുന്നു. പിന്നീട് മന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. അന്ന് രണ്ടാം സ്ഥാനത്തും BJP ആയിരുന്നത് എന്നൊരു പ്രത്യേകതയാണ്. BJPയുടെ കുമ്മനം രാജശേഖരനായിരുന്നു അന്ന് രണ്ടാം സ്ഥാനത്ത് വന്നത്. എന്നാൽ വളരെ ഒരു മാനം കെട്ട തോൽവി എന്ന വിമർശനങ്ങളും പരിഹാസങ്ങളും UDFന് നേരിടേണ്ടി വന്നൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു 2016 K മുരളീധരനായിരുന്നു അന്ന് വിജയിച്ചത്. UDFന്റെ മൂന്നാം സ്ഥാനത്തേക്ക് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പിന്തള്ളപ്പെടുന്ന ഒരു കാഴ്ചയാണ് 2016 കാണാൻ സാധിച്ചത്. 2021 കാണാൻ സാധിച്ചത്. ഇനി ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 2016 ആവർത്തിക്കുമോ എന്നാണ് നേമം നിയോജക മണ്ഡലത്തിൽ പലരും ഉറ്റുനോക്കുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്താലും ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എടുത്താലും തന്നെ BJPക്ക് ഒരു വ്യക്തമായൊരു മുന്നേറ്റം കണ്ടൊരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം ജില്ല. അതുകൊണ്ട് തന്നെ BJPയുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി ആയിട്ട് രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധ പതിപ്പിച്ചൊരു നേതാവാണ്. അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. ത്രികോണ മത്സരം ചൂടേറിയ വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് നേമം. ഒട്ടേറെ അട്ടിമറികൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. എന്തായാലും വാശിയേറിയ പോരാട്ടമായിരിക്കും ഈ മണ്ഡലത്തിൽ നടക്കുക. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം.
എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.